നമ്മൾ വീണ്ടും പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് വർക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ? പിന്നെ തറയൊന്നും പകുതി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം തറ കെട്ടുന്നതിന് കൂടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 60 അടി നീളവും 40 അടി വീതിയുള്ളൊരു ഷെഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഉയരത്തിൽ, അതായത് ഏകദേശം ഒരു 20 അടി ഉയരമോളം വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പിന്നെ തൂണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല ഉയരത്തിലാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു വർക്കിൻ്റെ പ്രത്യേകത ചൂട് പരമാവധി കുറഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂട് കുറയ്ക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് ഇപ്രാവശ്യം ഇടുന്നത്. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ ടാറ്റയുടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫുള്ള് തൂണും കഴുക്കോല് പട്ടിക അങ്ങനെ സകലമാന സാധനം നമ്മൾ ടാറ്റയുടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. തൂണായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 4 ഇഞ്ചിൻ്റെ റൗണ്ട് ടാറ്റയാണ്. റൗണ്ട് പൈപ്പാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം സ്ക്വയർ പൈപ്പ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഒരു പാർട്ടി നമ്മൾ സ്ക്വയർ പൈപ്പിനോട് പറഞ്ഞിട്ട് അവർക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പം ഫുള്ള് റൗണ്ട് പൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഫുള്ള് റൗണ്ട് ടാറ്റയുടെ പൈപ്പിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വർക്ക് മൊത്തം ചെയ്യുന്നത്. അപ്പം 2 സൈഡിലും തൂണ് സെറ്റ് ചെയ്യണം. നടുക്കും കൂടി തൂണ് ചെയ്തോ, കാരണം അങ്ങനെ ഒരു ഉപയോഗത്തിലുള്ള ഷെഡാണ്. തൂണ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഡ്രസ്സ് അടിക്കൽ ഒഴിവാക്കിയിട്ടുള്ള വർക്കാണ്. അപ്പം നടുക്കും കൂടി നമ്മൾ തൂണ് ഈ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് അടിച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ ഡ്രസ്സ് അടിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വേണ്ട, കുഴപ്പമില്ല, സെൻറ്ററിൽ ഓരോ തൂണ് കൊടുത്താൽ മതി, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുക്കോലായിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ചെയ്യുന്നതാണ്. കാരണം പരമാവധി ലാസ്റ്റിങ് കിട്ടണം. പിന്നെ പരമാവധി എന്നാ പറയേണ്ട, അങ്ങനെ ഡ്രസ്സ് അടിക്കുമ്പോൾ കുറച്ചും കൂടി ചിലവ് കൂടുമല്ലോ. അപ്പോൾ ആ ചിലവും കൂടി കുറയ്ക്കാം. കാരണം തൂണിട്ട് കഴിഞ്ഞാൽ ആ തൂണിൻ്റെ ചിലവല്ലേ വരുള്ളൂ. അത് പണിയിൽ നല്ല മാറ്റം വരും. അതുകൊണ്ട് അപ്പം അങ്ങനെ സെൻറ്ററിലും കൂടി തൂണ് വരുന്നതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ പൈപ്പിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഉയരത്തിലുള്ള തൂണ് സിംഗിൾ പൈപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ പൈപ്പിലാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത്. സിംഗിൾ പൈപ്പ് ആണെങ്കിലും ടാറ്റയുടെ പൈപ്പ് ആയതുകൊണ്ട് 4 ഇഞ്ച് റൗണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നല്ല വെയിറ്റ് വരും. സെൻറ്ററിലെ പൈപ്പ് ഒരു പൈപ്പിനെക്കാട്ടും കൂടുതലുണ്ട്. അതായത് ഒരു പൈപ്പ് കഴിഞ്ഞിട്ടൊരു 1 മീറ്റർ 1.5 മീറ്ററൊക്കെ ലെങ്ത് കൂട്ടിയിട്ടും, മറ്റേത് ഒരു പൈപ്പ് ഏകദേശം കണക്കാണ് ഒരു പൈപ്പിൻ്റെ ലെങ്ത്. കാരണം താഴോട്ടുള്ളതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും ഒരു പൈപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വർക്ക് നമ്മൾ മൊത്തത്തിൽ നല്ല താമസമുള്ള വർക്കായിരുന്നു. ഇതുപോലെ ടാറ്റയുടെ പൈപ്പിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റിങ് കിട്ടും. ഈ സംഭവമൊന്നും എവിടെയും പോകില്ല. അപ്പം പിന്നെ അതാണ് ടാറ്റയുടെ പൈപ്പിൻ്റെ പ്രത്യേകത. പക്ഷേ റേറ്റ് സാധാരണക്കാരനോട് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല. അപ്പോളുടെ പൈപ്പിനെ വെച്ച് നോക്കുമ്പോൾ വർക്കിൽ മൊത്തത്തിലൊരു 40% വരെയൊക്കെ എക്സ്ട്രാ ബഡ്ജറ്റ് കയറും. പിന്നെ അതാണ് ടാറ്റയുടെ പൈപ്പിൻ്റെ പ്രത്യേകത. അപ്പം വർക്കും അതുപോലെ താമസം വരും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഗേജ് അന്നേരം അതുപോലെ ഉണ്ടാകും പൈപ്പിന്. മെയിനായിട്ട് 14 ഗേജിലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇതൊക്കെ പിന്നെ 2 mm പൈപ്പൊക്കെയാണ് കുറേ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ, കാരണം ആദ്യം തന്നെ കുഴി കുത്തിയിട്ടാണ് തൂണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഭിത്തി കെട്ടി 3 ലൈനൊക്കെ ചുറ്റിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇത് വരുന്നില്ല. കാരണം ഭിത്തി സൈഡ് വരും. പിന്നെ ഭാവിയിൽ മൊത്തത്തിൽ മറിഞ്ഞും പോകുന്ന സെറ്റപ്പ് ചെയ്യും. മൊത്തം മറിഞ്ഞില്ലെങ്കിലും നെറ്റ് വെച്ചിട്ടാണ് എങ്ങനെയും മറിയും. അപ്പം മൊത്തത്തിൽ ബലമാവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തൂണെല്ലാം സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പണികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ള് സ്കഫോൾഡിങ്ങിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഒരു ഉപയോഗമുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള വർക്കുകൾക്ക്. കാരണം ഒരു 3 സെറ്റ് അല്ലെങ്കിൽ 4 സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കയറി നിൽക്കുക. അപ്പോൾ സ്കഫോൾഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്വന്തം സ്കഫോൾഡിങ് കേട്ടോ. സ്കഫോൾഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് തീരെ ചെറുത്, അതായത് വീതി ഒരു മിനിമം 4 അടിയൊക്കെ ഉണ്ടാകണം എന്നുള്ള പൈപ്പിലൊക്കെ ചെയ്യണം. 4 അടി വീതിയൊക്കെ ഉണ്ടാകുന്ന സ്കഫോൾഡിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഉപയോഗം ഉണ്ടാവും. ഈ നമുക്ക് റെൻറ്റിനൊക്കെ എടുക്കുന്നത് മിക്കവാറും 3 അടി വീതി 4 അടി ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം കുറേ എണ്ണം വേണം. പിന്നെ അതിന് ഇളക്കം കൂടുതലായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും 4 സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്നോളൂ. കാരണം അത്യാവശ്യം വീതി കാര്യങ്ങൾ വെയിറ്റ് ആണെങ്കിൽ തന്നെ തീരെ കുറഞ്ഞ പൈപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്തരം കയറ്റുന്ന പരിപാടിയാണ്. ഉത്തരമെല്ലാം നമ്മൾ സിംഗിൾ പൈപ്പാണ്. കാരണം തൂണൊക്കെ പരമാവധി അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ടാറ്റയുടെ പൈപ്പ് തന്നെയാണ്. അടുപ്പിച്ച് ഉത്തരമൊക്കെ കയറ്റി സെറ്റാക്കി അത് കഴിയുമ്പോഴത്തേക്ക് 2 സൈഡിലോട്ടും കഴുക്കോൽ സെറ്റ് ചെയ്യും. കഴുക്കോലാണൊക്കെ തന്നെ സിംഗിൾ ഒറ്റ പൈപ്പ്, അതായത് 20 അടി ഷീറ്റാണ് ഇടുന്നത്. അത് ഒരു പൈപ്പ് തന്നെ ഒരു 2-3 ഇഞ്ച് മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി. അപ്പം പിന്നെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഴുക്കോലായതുകൊണ്ട് തന്നെ നമ്മൾ പട്ടികയുടെ അളവെല്ലാം നമ്മൾ വരച്ചിട്ടാണ്. പിന്നെ ചിലതൊരു ആംഗ്ലറൊക്കെ വെച്ച് കയറ്റലുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വരച്ചിടുവാണെങ്കിൽ നമ്മൾ ലെവലാക്കി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ടാവും. കാരണം 2 സൈഡിൽ വെച്ചിട്ട് അളവുണ്ടാകുമ്പോൾ കഴുക്കോല് പ്രത്യേകിച്ച് ടേപ്പ് പിടിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുക്കോലൊക്കെ ആദ്യം തന്നെ വരച്ച് സെറ്റാക്കി ഇടുവാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പടപട വെൽഡ് ചെയ്താൽ മാത്രം മതി. 2 ചെരുവായതുകൊണ്ടും സിംഗിൾ പൈപ്പ് ആയതുകൊണ്ടും കഴുക്കോല് കയറലൊക്കെ സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഉയരത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല. ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ പെട്ടെന്ന് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പണി ലാഭങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നമ്മളോട് അങ്ങനെ പറഞ്ഞത്. കാരണം ഓവർ ഹെവി ആക്കേണ്ട, സെൻറ്ററിൽ തൂണ് കൊടുത്തോ എന്നുള്ളത്. ആ തൂണ് ഒഴിവാക്കി കഴിഞ്ഞാൽ പണി മൊത്തത്തിൽ മാറും, ഡിസൈനിങ്ങേ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കഴുക്കോലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്
സിംഗിളായതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വേഗം തന്നെ വെച്ച് പോകാൻ പറ്റുന്നുണ്ട്. കാരണം സ്കാഫോൾഡിങ് നീക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ മെയിനായിട്ട് വരുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ വർക്കിൻ്റെ ചിലവുകൾ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. ഇത് സാധാരണ ഒരു നോർമൽ ഷെഡ് പോലെ നോക്കണ്ട, കാരണം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം ടാറ്റയുടെ പൈപ്പ്, അലുമിനിയം ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം വരും. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുകയാണ്. കാരണം മറ്റ് ചിലവ് കൂടുതലാണെന്നൊക്കെ പറയുന്നവർ പിന്നെ ഇതിനെക്കുറിച്ചൊന്ന് ഇതാണ് സംഭവം, ചിലവ് കൂടാതിരിക്കില്ല. കാരണം ചിലവ് അവർക്ക് പ്രശ്നമില്ല എന്നല്ല, ചിലവ് നല്ലോണം കൂടിയാലും അവർക്ക് ലാസ്റ്റിങ് കിട്ടണം. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു അത്യാവശ്യം പുകയൊക്കെ അടിക്കുന്ന ഷെഡാണ്. അപ്പോൾ പുകയടിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അലുമിനിയം ഷീറ്റ് അങ്ങനെ പുകയടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകില്ല. സാധാ GI ഷീറ്റ്, ടാറ്റയുടെ ഷീറ്റ് ഇട്ടാൽ പോലും പുകയടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുകയടിക്കുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ ആസ്പെറ്റോസ് ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. ആൽക്കഹോളിൻ്റെ പരിപാടി കഴിഞ്ഞോടെ നമ്മൾ ഏകദേശം പട്ടികയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പട്ടിക നമ്മൾ ചിലന്തിവല പോലെ ഏകദേശം ഓടിൻ്റെ പട്ടിക പോലെ തന്നെ കാണുന്നുണ്ടാവും അല്ലേ. പരമാവധി അടുപ്പിച്ച്, അതായത് 65 സെൻറ്റിമീറ്ററേ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. കാരണം അലുമിനിയം ഷീറ്റാണ്. പിന്നെ 2 പട്ടിക കൂടിയാലും പിന്നെ പെട്ടെന്നൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത്രയും ലെങ്തിന് 2-3 പട്ടികയുടെ എണ്ണയെ കൂടുകയുള്ളൂ. കാരണം പരമാവധി അടുപ്പിച്ച് പട്ടിക ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയം ഷീറ്റൊക്കെ നമ്മൾ കയറി നടക്കുമ്പോൾ മാത്രമല്ല, പിന്നെ ഭാവിയിലാണെങ്കിലും എപ്പോഴും സേഫ് ആയിരിക്കും. അലുമിനിയത്തിൻ്റെ ഷീറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളുങ്ങി പോകുന്ന വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അലുമിനിയത്തിന് പൊതുവെ എല്ലാവരും മടിക്കുന്നത്. വർക്കേഴ്സും മടിക്കൽ, പാർട്ടിയാണെങ്കിലും എന്തായാലും വീഴാനൊക്കെ ഉണ്ടെങ്കിൽ അലുമിനിയം ഷീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പട്ടിക നമ്മൾ പരമാവധി അടുപ്പിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാം പ്രൈമറിൽ അടിച്ച് കയറ്റിയതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളെല്ലാം ഒരാൾ കയറി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാത്തിയുടെ പണിയും കൂടി നടക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലും നമ്മൾ 8 ഇഞ്ചിൻ്റെ പാത്തിയാണ് വെക്കാൻ പ്ലാൻ ഇട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ അക്വാസ്റ്റാറിൻ്റെ വൈറ്റ് പാത്തിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും ലോങ് ഷെഡ് ആയതുകൊണ്ട് നമ്മൾ 6 ഇഞ്ചല്ല വെക്കുന്നത്, 8 ഇഞ്ചിൻ്റെയാണ് വെക്കുന്നത്. 8 ഇഞ്ച് വെച്ചാൽ തന്നെ ചപ്പെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. പരമാവധി ഡ്രോപ്പിൻ്റെ എണ്ണം കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഡ്രോപ്പിൻ്റെ എണ്ണം പരമാവധി കൂടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാണുമ്പം പിന്നെ വെള്ളം എല്ലാവരും പൊതുവേ പാത്തിയുടെ വെക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാ വെള്ളം കൂടി ഒരു സൈഡിലോട്ട് വരുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചോദിക്കൽ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എത്ര എണ്ണം കൂടിയാലും വീണ്ടും ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ, കാരണം പൈപ്പും കൂടി പിടിപ്പിക്കുമ്പോഴത്തേക്കും, അടിയിലോട്ട് പൈപ്പെല്ലാം പിടിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഡ്രോപ്പിൻ്റെ എണ്ണമൊക്കെ പരമാവധി കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. പാത്തി വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാത്തി വെക്കാതിരിക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ വെള്ളം വീണ് ഭയങ്കരമായിട്ട് തെറിക്കുന്നുള്ള ഒരു പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ മാത്രം പാത്തി വെക്കുക. പാത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലീനിങ്, റിപ്പയറിങ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ പാത്തി വെച്ചിട്ടുണ്ട്. പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തി വൈറ്റ് പാത്തിയാണ് വെക്കുന്നത്. പിന്നെ വൈറ്റ് പാത്തിയാണ് ഏറ്റവും ലാസ്റ്റിങ് കിട്ടുന്ന പാത്തി വൈറ്റാണ്. കട്ട് കളറുകളിനെക്കാട്ടും കൂടുതൽ പിന്നെ വെയിലടിക്കുമ്പോഴൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ ഇതിനെ അധികം ബെൻഡാകാതിരിക്കുന്ന പാത്തി വൈറ്റാണ്. പരമാവധി വൈറ്റ് പാത്തി പിന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഏത് പാത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഷീറ്റിടൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഇടുന്ന ഷീറ്റ് 50യുടെ അലുമിനിയം ഷീറ്റാണ്. ഗ്രേ കളർ തന്നെയാണ് നമ്മൾ ഷീറ്റ് ഇടുന്നത്. 50 ആണ്. ഷീറ്റിന് അധികം വെയിറ്റ് ഒന്നുമില്ല. ഉയരമുള്ളതുകൊണ്ട് 2 പേര് പിടിച്ച് പൊക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള വെയിറ്റ് കാര്യങ്ങളൊന്നും ഷീറ്റിനില്ല. പിന്നെ 50 ആയതുകൊണ്ട് കുറച്ചൊരു മൊത്തത്തിലൊരു സുഖം ഉണ്ട് എന്ന് മാത്രം. അല്ല, 20 ഷീറ്റായിട്ട് പോലും ഒരാൾ താഴെ നിന്ന് 2 പേരെ മേലെ കയറിയിട്ടുള്ളൂ. ഒരാൾ സിമ്പിളായിട്ട് പിന്നെ പൊക്കിയിട്ട് ഷീറ്റ് കൊടുക്കുകയാണ്. അത്രേ വെയിറ്റ് ഉള്ളൂ. കാരണം അലുമിനിയം ഷീറ്റിൻ്റെ ഗുണം അതാണ്. പിന്നെ ഇത് ഒറാലിയത്തിൻ്റെ 50 ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ അലുമിനിയം ഷീറ്റിന് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൊന്നും ഇത് വരുന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കമ്പനിക്ക് വരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അലുമിനിയം ഷീറ്റ് പ്ലാസ്റ്റിക്കും കൂടി ഉണ്ടെങ്കിൽ പണിയായിരിക്കും പൊളിക്കലൊക്കെ. പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും ഷീറ്റ് ചളുങ്ങി ഒരു പരിവാകുന്ന കണ്ടീഷൻ വരും. കാരണം ഇച്ചിരി കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും കമ്പനിക്കാർ ഒട്ടിക്കാത്തത്. കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ നല്ല സുഖം. സാധാ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊന്നും നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം പണിയുടെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഉയരവും കൂടി ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പം അലുമിനിയം ഷീറ്റിന് പ്രത്യേകതയാണ്, മേലെ നിന്ന് പിന്നെ ചൂട് പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ അടിയിലോട്ട് ചൂടുണ്ടാവില്ല. അതുപോലെ തന്നെ ഷീറ്റ് പെട്ടെന്ന് ചൂടാകുന്നല്ല, പെട്ടെന്ന് തണുക്കും. അതായത് അലുമിനിയം ഷീറ്റ് ചൂടായാലും വളരെ പെട്ടെന്ന് തന്നെ തണുക്കും. അതുകൊണ്ട് തന്നെ അടിയിലോട്ടുള്ള ഇത് വളരെ കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നട്ടുച്ച ഏകദേശം ഒരു 1 മണി അടുപ്പിച്ചുള്ള ടൈമാണ്. അപ്പം ആ ഒരു സമയത്ത് പോലും അടിയിലോട്ട് അധികം ചൂട് കാര്യങ്ങളൊന്നുമില്ല. അതാണ് അലുമിനിയം ഷീറ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. റൂഫിങ്ങിൻ്റെ മറ്റേ വെൽഡിങ് സംബന്ധമായ ഒത്തിരി വീഡിയോകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ കയറി കാണാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ വർക്കിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഷീറ്റ് ഒറാലിയത്തിൻ്റെ ഷീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.